ആ മേക്കപ്പോടെ കർത്താവ് വിളിച്ചങ്ങ് പോകണേ. നാടകമില്ലാണ്ട് ആശാന് ജീവിക്കാൻ പറ്റുകയില്ലടാ. എങ്ങനെ ഒരു പുതിയ ട്രൂപ്പ് ഉണ്ടാക്കണം. ആ എഞ്ചിനങ്ങ് വിറ്റാല. വള്ളമുണ്ട്, പണയം വെക്കാൻ പൊരയും പറമ്പുണ്ട്. എന്റെ എഞ്ചിനും വേണമെങ്കിൽ വിൽക്കാം. അല്ലെങ്കിൽ എന്തിനാണ്, ഗബ്രിയേൽ അച്ഛനെ പോയി ഒന്ന് കണ്ടാ മതി. നാള് കുറെ ആയി അച്ഛൻ എന്നോട് പറയുന്നു ആശാൻ എന്റെ കൂടെ നിൽക്കണം. നമുക്കൊരു പുതിയ നാടകം വേണ്ടേ ആശാനെ? വേണം. ഒരു കഥയുടെ കരടന്റെ മനസ്സിലുണ്ട്. അത് നീ കണ്ട മാനത്തോട്ട് നോക്കിക്കേ. കാറ്റത്ത് മേഘങ്ങൾ പായണത് കണ്ട, രൂപങ്ങൾ പോലെ കണ്ട, മിണ്ടുകയും തിരികെയും അനങ്ങുകയും ചെയ്യണത് കണ്ട. നമ്മുടെ കഥാപാത്രങ്ങളാണത്. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ എല്ലാരും പറയണ മാതിരി പറഞ്ഞാ പോരെന്നാ ഗബ്രിയേലച്ചൻ പറയണേ. ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് രാജാവിന്റെ കഥയിലൂടെ വേണം നമുക്ക് അലക്സാണ്ടറിനെ കാണാൻ. എങ്കിലേ ഒരു വ്യത്യാസവും മിഴിവും വരവുള്ളൂ. സ്പാർട്ടയും ഫിലിപ്പിയും ക്രീറ്റും മാസിഡോണിയയുടെ കൊടിക്കീഴിലായി. മഹാനായ ദിമോസ്തീനസിന്റെ ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ള വാക്ചാതുരിക്ക് ഈ ഫിലിപ്പിന്റെ ഖഡ്ഗത്തിന്റെ ജൈത്രയാത്രയെ തടഞ്ഞു നിർത്താനായില്ല. ചിതറിക്കിടക്കുന്ന യവന നഗര പ്രവിശ്യകളെല്ലാം നമ്മുടെ സിംഹാസനത്തിന്റെ വരുതിക്ക് കീഴേ വരുന്ന സുദിനമാണ് നിന്റെ പിതാവിന് ആഘോഷിക്കാനുള്ളത്. അതിനി സമയം ഏറെയില്ല. യവന നഗര പ്രവിശ്യകൾ മാത്രമല്ല തിരുമനസ്സേ, അഹങ്കാരിയായ ഡേരിയസിന്റെ പേർഷ്യൻ സാമ്രാജ്യവും പരാക്രമികളുടെ സിംഹമായ പോറസിന്റെ രാജ്യവും കടന്ന് സിന്ധു നദിയുടെ തീരങ്ങളിൽ കിഴക്കിന്റെ അതിരുകളോളം ഫിലിപ്പ് ചക്രവർത്തിയുടെ പതാക പാറിപ്പറക്കണം. യവന സംസ്കാരത്തിന്റെ വെളിച്ചം ഈ വിശ്വത്തിന്റെ ആകെ ചൈതന്യമാകണം. കൊള്ളാം അലക്സാണ്ടർ, നീ അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യൻ തന്നെ. കാണേണ്ടത് കാണാനുള്ള ജ്ഞാനദൃഷ്ടി നമുക്ക് തെളിച്ചു തന്ന ജ്ഞാനികളുടെ ചക്രവർത്തിയെ നിന്റെ ഗുരുവാക്കിയത് വൃഥാവിലായില്ല. നിർത്ത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ട്രൂപ്പീന്ന് പോന്നു, ശരി. അതിനുമുമ്പ് നമ്മൾ തമ്മിൽ ചില ഉടമ്പടികളും ധാരണകളും ബാക്കിയുണ്ട്. ഇറങ്ങി പോടാ അവിടുന്ന്. പോകാൻ തന്നെയാ. അതിനുമുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ അനുവാദമില്ലാതെ അപ്പനും മകളും വേറെ നാടകം കളിക്കാൻ പാടില്ല. അതിനുള്ള എഗ്രിമെന്റ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ആശാൻ കളിക്കോ കളിക്കാതിരിക്കോ എനിക്ക് ഒരേപോലെ. പക്ഷെ ലിസേ ഞാൻ വിട്ടുതരില്ല. ഒന്നുകിൽ എന്റെ ട്രൂപ്പിൽ കളിക്കണം, അല്ലെങ്കിൽ വരുന്ന ഒരു കൊല്ലത്തേക്ക് എന്റെ അനുവാദമില്ലാതെ വേറെ ട്രൂപ്പിൽ കളിക്കാൻ പാടില്ല. ഞാൻ അനുവദിക്കില്ല. അത് അപ്പന്റെ ട്രൂപ്പായാലും ശരി, അച്ഛന്റെ ട്രൂപ്പായാലും ശരി. എന്താ ഇത്?
കഴിവേറുകളെ പേടിപ്പിക്കുന്നടാ. കൊണ്ടുപോയി കേസ് കൊടുറാ. കേസ് കൊടുക്കാൻ തന്നെയാ. നാടകം തട്ടേ കയറൂല. ആ വെറുതെ പറയല്ല, എന്റെ ഉടമ്പടി ഉണ്ട്. ദാ നോക്ക്. ചാർലി തൽക്കാലം പോകും. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് അറിയിക്കട്ടെ. ഒന്നും ആലോചിക്കാനില്ല. നാടകം കളിക്കൂല, കളിപ്പിക്കൂല. ലീഗലായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും. നീ പുളുത്തു പോടാ അവിടുന്ന്. പോ, പോ. എഴുതി ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് ചാർലിയുടെ കൈവശമുണ്ട്. അങ്ങനത്തെ കരാറിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടൊന്നുമില്ല. കായ് മുടക്കണത് അവനാണല്ലോ എന്ന് കരുതി ഞാനും ലിസാമയും കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളു. വെറുതെ കടലാസിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. അവരതിൽ എഴുതി ചേർത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി ഒരു വർഷത്തേക്ക് ലിസ വേറെ ട്രൂപ്പിൽ അഭിനയിക്കണമെങ്കിൽ ആദ്യത്തെ ട്രൂപ്പിന്റെ അനുവാദം വേണമെന്ന്. എന്ന് പറഞ്ഞാലെങ്ങനെ? നമുക്ക് നാടകം കളിക്കണ്ടേ? വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല ആശാനെ. കളിക്കാനൊക്കില്ല. അവൻ കോടതിയിൽ സ്റ്റേ വാങ്ങിക്കും. അയാക്കടെ ട്രൂപ്പ് സെറ്റായും ഇല്ല, നമ്മുടെ ട്രൂപ്പ് കയറി വരികയും ചെയ്യുന്നു. അതിന്റെ കൊതിക്കറുവാണ്. ഒരു വേഷം കൊടുത്താൽ ചാർലി ഒതുങ്ങും. പക്ഷെ ഹീറോ കളി തന്നെ വേണോന്ന് പറയും. കളിച്ചോട്ടപ്പ, നാടകം നടന്ന് കണ്ടാ മതി. ഞാൻ മാറിത്തരാം. അയാള് തന്നെ ഹീറോ. അങ്ങനെ ഇപ്പൊ നാടകം കളിക്കണ്ടെങ്കിലാ? യൂത്ത് ഫ്രണ്ടിന്റെ ജൂബിലിക്ക് നാടകം സ്റ്റേജ് ചെയ്യാമെന്ന് ഞാൻ ഏറ്റിട്ടുള്ളതാ. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാ നമ്മൾ ഈ പാട് മുഴുവൻ പെട്ടത്. ഞാൻ അഭിനയിച്ചൂടെന്നല്ലേ ഉള്ളൂ. അതെ, സാരമില്ല, നമുക്ക് നാടകം കളിക്കാം. വഴിയുണ്ട്. അമ്മ ഒന്നിങ്ങോട്ട് വന്നേ. ലിഡിയേ പ്രിയേ, അഖിലസിന്റെ രഥത്തിൽ കെട്ടിയ പെൺകുതിര പോലെ നീ സുന്ദരി. നിന്റെ അനുപമ ലാവണ്യത്തിന് മുൻപിൽ ഞാൻ വെറും അടിമ. ചെന്തുണ്ടിപ്പഴത്തിലെ ചെന്നൂല് പോലെ നിന്റെ പവിഴാത്ത്. കുന്തിരിക്ക കുന്നുകളിലും അത്തിക്കാത്താഴരിയിലും ഓടിച്ചാടി നൃത്തം വയ്ക്കുന്ന നിന്റെ പാദയുഗ്മം. അലക്സാണ്ടർ രാജകുമാരൻ എന്റെ പിതാവ് അരിസ്റ്റോട്ടലിന്റെ കീഴിൽ അഭ്യസിച്ചത് ശൃംഗാര കവിതകളായിരുന്നുവോ? പിതാവിനില്ലാതെ പോയ നർമ്മബോധം പുത്രിക്ക് വേണ്ടുവോളം.
അമ്മു, ഉം? നീ കണ്ട ആരെ? രഘുവിനെ? രഘുവേട്ടനാ? ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. എപ്പം? രണ്ടാം രംഗത്തിലൊരു ഡയലോഗ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ദാ അവിടെ നിൽക്കണം. നീ കണ്ടില്ലായിരുന്ന? ഇല്ല, ആന്റിക്ക് തോന്നിയതാവും. അല്ലെന്ന് ഞാൻ കണ്ട്, ഒന്നല്ല 2-3 തവണ. പിന്നെ ഒരു ഡയലോഗിന് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഇല്ല. നേരാണ്, രഘുവേട്ടൻ തന്നെയാണോ? ഉറപ്പ്. നമ്മളെ കണ്ട? കാണാണ്ട് പിന്നെ. നമ്മള് രണ്ടാളും അല്ലായിരുന്ന തട്ടേല്. നിന്നെയും കണ്ട് എന്നെയും കണ്ട്. എന്നിട്ട് എവിടെ? നാടകം കഴിയുമ്പോ നമ്മളെയും കാത്ത് ഇവിടെയെങ്ങാനും ഉണ്ടാവുന്ന ഞാൻ കരുതിയത്. 4 ആള് കൂടുന്നിടത്ത് വലിയണ പതിവാന് പണ്ട് കൊണ്ടല്ല. നാളെ അന്വേഷിച്ച് വന്നോളൂ. വന്നില്ലെങ്കിൽ എവിടെ ഉണ്ടായാലും ഞാൻ പിടിച്ചോണ്ട് വരും. നീ സമാധാനപ്പെട്. പതിവ് മാമൂലുകൾ വിട്ടുചരിക്കുന്ന ഈ നാടകം നൂതനമായ ഒരു പരീക്ഷണമാണെന്ന് പറയാതെ വയ്യ. വർത്തമാനകാല പ്രസക്തിയുള്ള വൈകാരിക മുഹൂർത്തങ്ങളെ ഗതകാല പശ്ചാത്തലങ്ങളിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നാടകകൃത്തും സംവിധായകനുമായ എസ്തപ്പാൻ ആശാന്റെ ആഖ്യാനം സ്വാഗതാർഹമായ ഒരു വ്യതിയാനമാണ്. മലയാള നാടകവേദിയിൽ വളർച്ചയുടെ കരുത്തുള്ള ഒരു നാമ്പാണ് ഈ നാടകമെന്ന് നിസ്സംശയം പറയാം. നായിക നായക വേഷമണിഞ്ഞ അമ്മുവിനും ആന്റോയ്ക്കും കൃതകൃത്യതയ്ക്ക് അവകാശമുണ്ട്. നിസാമേ, 2 ആഴ്ച കഴിയുമ്പം പെരുന്നാളാണ്. നാടകം ഒന്നുകൂടൊന്ന് മുറുക്കണം. 1-2 സ്ഥലങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെ, പെരുന്നാക്കളി എന്ന് പറയുമ്പം ആന്റോ നാടകത്തിൽ കയറിയതിന്റെ 1-ാം പിറന്നാളാണ്. ശരിയാണല്ലോ. എടാ ആന്റോയെ വാ. അങ്ങനെ നിസ്സാരപ്പെട്ട ഒരു കൊല്ലമായിരുന്നില്ല കേട്ടാ പോയത്. പെരുന്നാൾ കളിക്കുന്ന ദിവസം ഉണ്ടല്ല, നമുക്ക് മൊത്തം ഒന്നുകൂടെ നോക്കാം. ആന്റോ, ഒന്നിങ്ങോട്ട് വന്നേ. നീയൊന്ന് വീട് വരെ വാ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? എങ്ങാണ്ടെന്നാ വന്ന ഒരു എംബോക്കി അമ്മൂടെ അടുത്ത് കശപിശ കൂട്ടണം. ആര്? ആ, ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല. എവിടേക്കാടാ? ഒന്ന് വീട് വരെ, വെക്കം വരാം. വാ. ആ എന്താണേ കാണിക്കുന്നത്? രഘു, ഇതിന്റെ അമ്മുവല്ലടാ. എടാ, ഇത് ഞാനല്ലേ? വാടാ. നിനക്ക് എന്ത് പറ്റിയ? പറ്റിയത് ഞാനിനി പറയണമല്ലടാ. പാപ്പി, നീ ഇവിടെ ഇത് ഞങ്ങൾ തമ്മിൽ തീർക്കേണ്ടതാണ്. എന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് നാടകം കളിച്ചു നടക്കുന്ന തെണ്ടി നാറി വരികയാണെന്ന് കരുതിയ വല്ലത്ത് കിടന്ന് ഒടുങ്ങിപ്പോന്ന് കരുതിയ. നിന്നോടല്ലേ വിടാൻ പറഞ്ഞ? കൊല്ലട്ടെ, കൊന്നാലേ മതിയാവെങ്കിൽ കൊല്ലട്ടെ. ഇത്രയും കൊല്ലം കാത്തിരുന്നില്ലേ, അതിനെനിക്ക് കിട്ടണം. കാത്തിരുന്ന് ഞാൻ ഒളിവിലായപ്പോ എന്നെ ഒറ്റിക്കൊട്ട ഈ നാറിയോടൊപ്പം ഓടിപ്പോന്നോടല്ലേ നീ. എന്നിട്ട് ഇത്രയും കൊല്ലം ഇവന്റെ കൂടെ ആങ്ങളെ പെങ്ങളുമാണ്. ഇവക്കടെ പേരെന്താണ്? അമ്മു, അമ്പുജാക്ഷി. ചോറ്റാനിക്കരാമന്റെ രൂപമാണ്. ഇവിടാണോ ആന്റെ പെങ്ങള്? ക്രിസ്ത്യാനി. ആങ്ങളെയും പെങ്ങളും കളിച്ച് നിങ്ങളെ മണ്ടന്മാരാക്കല്ലേ ഈ നാറികള്. കത്തിമോനം കാണിച്ച് ആങ്ങളമാരും സ്വന്തക്കാരും ചീറി വന്നിട്ടും കൂട്ടാക്കാണ്ട് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നല്ലേ ഈ ഞാൻ. ആ എന്നെ നീ രഘുവേട്ടൻ എന്തായി പറയണ? എടാ, നീ ആദ്യം ഞങ്ങ പറയണമെന്ന് കേക്ക. മുണ്ടിപ്പോവരുത്, കൊന്നാളില്ല രണ്ടിന്. അയ്യോ,
പൂച്ചി പുറത്തു കാണുന്നത്. എന്റെ കണക്കിവിടെ ബാക്കി കിടക്കാണ്. അത് തീർത്തിട്ടേ ഈ രഘു പോകും. ഓർത്തോടാ. വാടാ.